ഓണക്കാലം തമിഴ്നാടിനും വലിയ പ്രതീക്ഷയാണ്. ഓണക്കാല പ്രതീക്ഷയെ ജീവിക്കുന്ന ഒരു പറ്റം കർഷകരുടെ നാടാണ് ശീലയംപെട്ടി. ഓണക്കാലത്തിന്റെ വലിയ പ്രതീക്ഷയിൽ പൂത്തുലഞ്ഞു നിൽക്കുകയാണ് ശീലയംപെട്ടിയിലെ പാടശേഖരങ്ങളിൽ ചെണ്ടുമല്ലിയും ജമന്തിയും ഒക്കെ. ഒപ്പം പച്ചവിരിച്ച നെൽപ്പാടങ്ങളും പച്ചക്കൃഷിയുമെല്ലാം കാർഷിക സമൃദ്ധിയുടെ ഗ്രാമാന്തരീക്ഷം പകർന്നു നൽകും. ആ കാഴ്ചകളിലേക്കും വിശേഷങ്ങളിലേക്കുമാണ് ഇനി. മുല്ലപ്പെരിയാറിൽ നിന്ന് ഒഴുകിയെത്തുന്ന സമൃദ്ധമായ ജലസ്രോതസ്, ചുറ്റും പാടശേഖരങ്ങളും പൂക്കൃഷിയും തെങ്ങിൻ തോപ്പുകളും നിറഞ്ഞു നിൽക്കുന്ന ഒരു ഉൾഗ്രാമം. അതാണ് ശീലയംപെട്ടി. പശ്ചിമഘട്ട മലനിരകളിൽ നിന്ന് ഒഴുകിയിറങ്ങിയതുപോലെ തോന്നിപ്പിക്കുന്ന ഹരിതാഭമായ ഒരു കാർഷിക ഗ്രാമം. അതാണ് തേനി ജില്ലയിലെ കമ്പത്തിനടുത്തുള്ള ശീലയംപെട്ടി. നോക്കത്താ ദൂരത്തോളമുള്ള പാടശേഖരങ്ങളും തെങ്ങിൻ തോപ്പുകളുമൊക്കെ ഒരു പാലക്കാടൻ പ്രതീതി പകർന്നു നൽകും. ആഘോഷങ്ങളുടെ ഓണക്കാലം ശീലയംപെട്ടിയിലെ കർഷകരുടെ പ്രതീക്ഷയുടെ കാലമാണ്. കാരണം ഓണക്കാലം എത്തുമ്പോഴേക്കും ഇവിടുത്തെ പാടങ്ങളിൽ പിച്ചിയും മുല്ലയും ജമന്തിയും ചെണ്ടുമല്ലിയും ഒക്കെ വർണ്ണവസന്തത്തിന്റെ കുട ചൂടും. எங்களுக்கு முழு விவசாயமே இங்கே பூ காய்கறி இதை போடுறாங்க. அதிகமாக நெல் தான் இங்கே இருக்கும். செண்டுப்பூ மற்ற எல்லா ரோஸுமே பார்த்தீங்கன்னா ஓணத்தை முன்னிட்டு நம்ம அதிகமாக பயிர் பண்ணுறது, அதிகமாக விவசாயம் பண்ணுறது பூ மட்டும் தான் ஓடிக்கிட்டு இருக்கு. ഇത്തവണ ഓണവിപണി കാര്യമായി തുണച്ചില്ലെങ്കിലും ഇവർക്ക് പരിഭവമില്ല. കാരണം പരമ്പരാഗതമായി ഇവർക്കറിയാവുന്ന ഒന്ന് കൃഷി മാത്രമാണ്. മണ്ണും മനുഷ്യനും തമ്മിലുള്ള ഇഴയടുപ്പത്തിന്റെ മാതൃക കൂടിയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുക. நாங்கள் எங்கள் தாத்தா பாட்டி காலத்துலேருந்து இதை வாடிக்கை விவசாயம் தான் பண்ணிக்கிட்டு இருக்கோம். வேறு எந்த தொழிலும் இல்லை. പച്ചപ്പിൽ നിറഞ്ഞു നിൽക്കുന്ന പാടശേഖരങ്ങൾക്കിടയിലൂടെ പൂത്തു നിൽക്കുന്ന ചെടികളും മറ്റൊരു മനോഹര കാഴ്ചയാണ്. പൂക്കൾക്ക് വേണ്ടി മാത്രം ശീലയംപെട്ടിയിൽ ഒരു മാർക്കറ്റും പ്രവർത്തിക്കുന്നു. പൂക്കൾ കേരളത്തിലേക്കടക്കം കയറ്റി അയക്കുന്നതിന് നൂറുകണക്കിന് വ്യാപാരികളുണ്ട്. ഓരോ വ്യാപാരികൾക്കും വിളവെടുത്ത് പൂവെത്തിക്കുന്ന നൂറുകണക്കിന് കർഷകരും. ഈ ഗ്രാമത്തിലേക്ക് എത്തിയാൽ നമുക്ക് മനസ്സിലാകും ഓണമിങ്ങ് അടുത്തെത്തിയെന്ന്. കാർഷിക സമൃദ്ധിയുടെ ഗ്രാമമായ ശീലയംപെട്ടിയിലെ കർഷകർ പ്രതീക്ഷകളുടെ വസന്തം കൂടിയാണ് വിരിയിച്ചെടുക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് സന്തോഷ് ശേഖവർക്കൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ ഇടുക്കി.